ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പൂജയുണ്ട്. അപ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാനും വേണ്ടി പോകാം കേട്ടോ ഞങ്ങൾ. അതായത് മുക്കൂറ്റി, കറുക അങ്ങനത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനും വേണ്ടി പോവാണ്. ഇതാണ് കറുക. കറുക നമ്മൾ നേരത്തെ പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പിച്ചി ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറുക പിച്ചാൻ പോകണ്ടായിരുന്നു. അങ്ങനെ കറുക ഞങ്ങൾ 3 എണ്ണമായിട്ട് ഇങ്ങനെ 108 എണ്ണം നമ്മൾ കെട്ടിക്കൊടുക്കണം. നോക്കി വന്ന ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുക്കൂറ്റി പറിച്ചെടുക്കും. ഇതാ മുക്കൂറ്റി. അങ്ങനെ നമ്മൾ പിച്ചിക്കൊണ്ട് വന്ന മുക്കൂറ്റിയെല്ലാം നമ്മൾ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി. ഏകദേശം ഒരു 58ഓളം മുക്കൂറ്റി നമുക്ക് വേണമായിരുന്നു. ആ മുക്കൂറ്റിയെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ വീട് വെക്കുന്നിടത്തോട്ട് പോയായിരുന്നു കേട്ടോ. വീട് വെക്കുന്നിടത്ത് ചെന്നപ്പോൾ അവിടെ തറ ഒരുക്കുമായിരുന്നു അച്ഛന്മാർ 2 പേരും കൂടി. ഇത് ചാണകം മെഴുകി കളം വരയ്ക്കാനുള്ളതാണ് ഈ തറയെന്ന് പറയുന്നത്. അതുകൊണ്ട് കല്ലും കട്ടയും ഒന്നും കാണാതെ നമ്മൾ എല്ലാം മെഴുകി വൃത്തിയാക്കി വരണം. 2 ഇടത്തായിട്ടായിരുന്നു നമുക്ക് പൂജ ചെയ്യേണ്ടത്. 2 ഇടവും ഇതുപോലെ ചെയ്യണമായിരുന്നു. പിന്നെ ദാണ്ട് ഇതേ പോണക്ക് ചാണകം മെഴുകി എല്ലാം സെറ്റാക്കി എടുത്തായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞൊരു 8 മണിയോടായപ്പോഴാണ് തിരുമേനിമാർ വന്നത്. 8-8:30 ആയപ്പോഴത്തേനും തിരുമേനിമാർ വന്നു. ഇത് കിഴക്കേ ഭാഗത്തായിട്ട്, അതായത് വാസ്തുബലി എന്ന് പറയുന്നൊരു പൂജ നടത്താൻ വേണ്ടിയാണ് ഈ കളം വരയ്ക്കുന്നത്. ഇവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ പൂജ ചെയ്യുന്നത്. പിന്നെ ഗണപതി ഹോമം നാളെ രാവിലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗണപതി ഹോമത്തിനുള്ളതും എല്ലാം ഹോമകുണ്ഡം തിരുമേനി സെറ്റാക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ ഞങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗണപതി ഹോമത്തിൻ്റെ മാത്രം പൂജയുടെ മാത്രമാണ് ഇടുന്നത്. അതായത് വാസ്തുബലിയുടെ ഇടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. ഇന്ന് രാത്രിത്തെ പൂജ നമ്മൾ എടുക്കുന്നില്ല. ഏകദേശം ഒരു 11 മണി ആയപ്പോൾ നമ്മുടെ പൂജ തുടങ്ങി. 12 മണി കഴിഞ്ഞപ്പോൾ തീരുകയും ചെയ്തു. ഞങ്ങൾ രാവിലത്തെ പൂജയ്ക്ക് പോകാം കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയി കാണും. ഇനി നമുക്ക് അവിടെ പൂജ നടത്തുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളങ്ങ് എത്തിയപ്പോഴത്തേക്കിനും ഒരു അല്പം ലേറ്റായിപ്പോയി. അപ്പോഴത്തേക്കിനും തിരുമേനിമാർ വന്നിട്ടുണ്ടായിരുന്നു. തിരുമേനിമാർ വന്ന് എല്ലാം സെറ്റാക്കി, അതായത് വിളക്കും താലവും എല്ലാം എടുത്ത് കളം വരച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഈ 8 പേരും അവിടെ ഉണ്ടായിരുന്നു. 8 പേരും കൂടി ഇരുന്ന് പൂജ തുടങ്ങി. ഇന്ന് നമുക്ക് ഗണപതി ഹോമമാണ് നടത്തുന്നത്. ഇപ്പം ഇച്ചിരി രാവിലെയാണ് ഗണപതി ഹോമം നടത്തിയിരിക്കുന്നത്. ഇപ്പം ഇഷ്ടമായിട്ട് വിളക്കൊക്കെ കൊളുത്തി നമ്മളെല്ലാവരും എല്ലാ ദോഷങ്ങളും മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളെല്ലാം ആറ്റിത്തരാനും വേണ്ടിയാണ് വിഘ്നേശ്വരന് നമ്മൾ ഗണപതി ഹോമം നടത്തുന്നത്. അതുകൊണ്ട് വിഘ്നങ്ങളെല്ലാം അകറ്റി നമ്മുടെ വീട് പണി പൂർത്തിയാവാനും വേണ്ടി ചെയ്യുന്നതാണ്. തിരുമേനി പൂജ തുടങ്ങാനും വേണ്ടി പോവാണ്. കുറേ സമയം നമുക്ക് പൂജ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് പൂജ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അത്ര അടുത്തിരുന്നൊരു ഗണപതി ഹോമം കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു കൗതുകവും ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പൂജയുടെ തുടക്ക സമയമാണ്. തിരുമേനി പൂജയിലേക്ക് കിടക്കുകയാണ്. പിന്നെ നമ്മളുടെ വീഡിയോയിൽ ഇടയിലൊക്കെ കുഞ്ഞുങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം ഇവർ ഒരു തരത്തിലും അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു 2 പേരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുന്നവരും കാണുന്നവരും ക്ഷമിക്കുക. അത്യാവശ്യം വീഡിയോ ഞാൻ നല്ല ഫാസ്റ്റിലാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും ലെങ്ത് വീഡിയോയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തും ഫാസ്റ്റാക്കിയും വീഡിയോ ചെയ്തേക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണപതി ഹോമത്തിൻ്റെ, അതായത് ഈ ഹോമകുണ്ഡത്തിൽ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മുക്കൂറ്റി, കറുക, പിന്നെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. ആ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച്
എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പൂക്കളുണ്ടായിരുന്നു, ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രിയിൽ തിരുമേനിമാർ വരുന്നതിന് മുമ്പ്, അതായത് 3 തിരുമേനിമാരായിരുന്നു നമുക്ക് വന്നിരുന്നത്. അതിനകത്ത് ഒരു തിരുമേനി ചവറയിലുള്ള ഒരു തിരുമേനിയാണ്. ആ പുള്ളിക്കാരനാണ് നമുക്ക് വാസ്തുബലി എല്ലാം ചെയ്തു തന്നത്. അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല. ഇനി 2 തിരുമേനിമാർ മാത്രമേ ഉള്ളൂ. അപ്പം ഗണപതി ഹോമം ചെയ്യുന്നത് നമ്മുടെ തിരുമേനിയാണ്. അതിനുശേഷം നമ്മൾ തിരുമേനിമാർ വരുന്നതിന് മുമ്പേ നമ്മൾ സാധനമെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വൃത്തിയാക്കി നമ്മൾ സെറ്റ് ചെയ്താണ് കൊടുത്തത്. പൂക്കൾ മാത്രമല്ല, ഇതിനിടയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തിരുമേനി. അപ്പം ഉണ്ണിയപ്പം, ഗണപതി ഒരുക്ക്, നെയ്യ്, നമ്മൾ കൊടുത്ത പ്ലാം വിറക്, അതെല്ലാം കൂടി ഇട്ടാണ് ഗണപതി ഹോമം ചെയ്ത് അഗ്നികുണ്ഡത്തിലിടുന്നത്. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണും. അതുകൊണ്ട് എനിക്കിതൊക്കെ ഒരു കൗതുകമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്ക് ഇത് ഇന്നലെ അതുപോലെ തന്നെ ആയിരുന്നു. നമ്മുടെ വാസ്തുബലിയുടെ പൂജ ഏകദേശം ഒരു 11:30 തുടങ്ങി. 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10-12 വരെ നമുക്ക് വാസ്തുബലിയുടെ പൂജയായിരുന്നു. അപ്പം ഒത്തിരി നേരം നമുക്ക് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ച് ദൈവങ്ങളെ എല്ലാവരെയും വിളിച്ച് നമ്മുടെ വീട് പണിയെല്ലാം പെട്ടെന്ന് പൂർത്തിയാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എല്ലാം മംഗളമായിട്ട് നടന്നു. മഴ കാണുമെന്ന് ഞങ്ങൾ പേടിച്ചു. കാരണം ഈ ടാർപ്പ വലിച്ചു കെട്ടിയിരുന്നതായിരുന്നു. അന്നേരം ഈ ഗണപതി ഹോമത്തിൻ്റെ പുകയടിച്ച് ചിലപ്പോൾ ടാർപ്പ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിരുമേനി പറഞ്ഞ് അതങ്ങ് മാറ്റിയേക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളെ ദൈവം തുണച്ചെന്ന് പറഞ്ഞതുപോലെ രാത്രിയിലും മഴയില്ലായിരുന്നു, പകലും മഴയില്ലായിരുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു. എല്ലാം കൊണ്ടും ഉത്തമമായിരുന്നു. പിന്നെ യാതൊരുവിധ ഭംഗവും കൂടാതെ എല്ലാം നടന്നു. ഒത്തിരി സമയം നമുക്ക് പൂജ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലത്തെ പൂജ ഭയങ്കരമായിട്ട് ഇതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ആ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു. ആ ഇരുട്ടത്ത് നമ്മളെല്ലാവരും 2 ലൈറ്റും പിന്നെ എല്ലാം ഈ വിളക്കിൻ്റെ വെളിച്ചമാണല്ലോ, വിളക്കിൻ്റെ ആ ഒരു ഇതിൽ നല്ല ഭംഗിയായിരുന്നു രാത്രിയിൽ. പിന്നെ അവസാനം ഇത് കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ചപ്പോഴത്തേക്കിനും എല്ലാം അടിപൊളിയായിരുന്നു. കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. രാത്രിയിലത്തെ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ പൂജയ്ക്കെടുത്ത സാധനങ്ങളെല്ലാം കഴുകി വെച്ചു. അതായത് വസ്തുവിന് ബലി കൊടുത്തു എന്ന രീതിയിലാണ്. അതുകൊണ്ട് ആ എടുത്ത സാധനങ്ങളെല്ലാം, നമ്മൾ പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊന്നും നമുക്ക് പിന്നെ ഉപയോഗിക്കാനായി എടുക്കാത്ത രീതിയിൽ കുഴി കുഴിച്ച് അതിനകത്തെല്ലാം നീക്കം ചെയ്ത് കേട്ടോ. അതെല്ലാം നീക്കം ചെയ്ത് അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമോ, ഇങ്ങനത്തെ ഒരു പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. സംശയമായിരുന്നു ഇതെന്താണ് സംഭവം, വാസ്തുബലി എന്ന് പറയുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ വാസ്തുബലി എല്ലാം നടത്തി ഏകദേശം ഒരു 2 മണിയോളമായി കാണും ഞങ്ങൾ കിടന്ന് ഉറങ്ങിയപ്പോൾ. പിന്നെ രാവിലെ വീണ്ടും ബ്രഹ്മണസ്പതിം പ്രാതസമുദാരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗം ഉഗ്രം ഹുവേമ വയം പുത്രാമതിരീര്യാവിതദ്വാദ്രാജിദ്യമന്യമാനസ്ത്രജിദ്യം ഭഗം വശ്യദ്വാ ഭഗപ്രാണോദർ ഭഗസ്വത്തിരാദോ ഭഗമന്യേ മുധാവന്യേ ഭഗപ്രാണജനയോഗീഭിരശ്വ ഭഗപ്രാജനിർബന്ധസൗമ്യാദാദീനം ഭഗവന്തസൗമ്യതാ ഉദാമന്യഹാനമുദാനിദാമഗവന്തസൂര്യാസ്യ ദേവാനം സുമതസൗമ്യ ഭഗ ഏവ ഭഗവ അസ്താദേവസ്ഥാനമയം ഭഗവന്തസമയത ഭഗസർവോ യോ ഭവന്തി സനോ ഭഗപുര ഏതോ ഭവഹേ സ്വമന്തരക്ഷസൂതമന്താദിക്രേവാശുജായേ പദായ അർവാജീനം വസ്വിതം ഭഗമന്നോരദാമി വിശ്വവാജീനാവഹന്തുമശ്വവാദിർഗോമതിർനാഉഷസ്സു വീരാവതി സദാമുജദ്ഭദ്രാഹൃദ്യന വിശ്വദാ പ്രാപീതവ്യം പാരിസ്വസ്തി വിശ്വ ഓം സമിന്നസോ വൃക്ഷന്നേ വിശ്വന്നരയാളസ്പദേ സമിന്നസോ സനോവം സമ്മോ മാനസിഞ്ചദാനം ദേവ. നമ്മുടെ ഗണപതി ഹോമത്തിനും എല്ലാത്തിനും സ്ഥാനം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിധി, അതായത് സ്ഥാനം കണ്ട് നിർത്തിയിരിക്കുന്നതിന് ഉൾഭാഗത്ത്, അതിനെ പരിധി എന്നാണ് തിരുമേനി പറഞ്ഞത്. അപ്പോൾ ഈ പരിധിക്കകത്താണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഈ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പൂജയിൽ ഉപയോഗിച്ചിരുന്ന വിളക്കിൽ വെച്ചതായാലും അല്ലെ മറ്റു പൂക്കളും ഈ
പൂമാലയും എല്ലാം നമ്മൾക്ക് തന്നത് ഈ പരിധിക്കകത്ത് തന്നെ നിൽക്കുന്ന മരങ്ങളിൽ കൊണ്ടുവന്നിടാനാണ് നമുക്ക് തന്നത്. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ പരിധിക്കകത്ത് പല സ്ഥാനത്തായിട്ട് കുറ്റി അടിച്ചിരിക്കുന്നിടത്താണോയെന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ എല്ലാം വെറ്റയും പാക്കും വെറ്റയും പാക്കും അല്ല വെറ്റയും നാരങ്ങയും ഒക്കെ വെച്ചു. അല്ല അതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭൂതിയാണ്. പിന്നെ ഇപ്പം തിരുമേനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം എടുക്കുക കേട്ടോ. അത് ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ല, ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഭഗവാനെ പ്രാർത്ഥിച്ച് നിൽക്കാൻ പറഞ്ഞു. തിരുമേനി കുറേ നേരം പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ ചെന്ന് ഈ തന്ന പൂവും എല്ലാം അവിടെ ഇരുന്ന ഭഗവാനെ കാൽക്കൽ സങ്കല്പിച്ച് വെക്കുന്നത് പോലെ വെക്കാൻ പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ കർപ്പൂരാതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർപ്പൂരാഴി നമ്മൾ അങ്ങനെ തൊഴുത കൂട്ടത്തിൽ കല്ലുമോളും പോയി തൊഴുതു. പക്ഷെ കല്ലുമോളുടെ കൈ ചെറുതായിട്ടൊന്ന് ചൂട് തട്ടി, പൊള്ളിയില്ല, ചെറുതായിട്ടൊന്ന് ചൂട് തട്ടി കുഞ്ഞിൻ്റെ കയ്യിൽ. എന്നിട്ടും എൻ്റെ മോള് അത് തൊഴുത്. പിന്നെ അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ ഗണപതി ഭഗവാന്റെ മുമ്പിൽ ഏത്ത വിടില്ലേ, അതുപോലെ നമ്മളെക്കൊണ്ട് ഏത്ത ഇടിയിപ്പിച്ചു. എല്ലാവരെയും കൊണ്ടും ഏത്ത ഇടിയിപ്പിച്ചു. പിന്നെ പ്രസാദം തന്നു. ഗണപതി ഒരുക്കുണ്ടായിരുന്നു, അതൊക്കെ തന്നു. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു നമുക്ക്, അതൊക്കെ തന്നു. ഉണ്ണിയപ്പം തന്നു. പൂജയ്ക്ക് പ്രസാദമായി വെച്ചതെല്ലാം നമുക്ക് തന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പൂജയുടെ സാധനങ്ങളെല്ലാം ഒതുക്കി എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. പിന്നെ ഈ പൂജയ്ക്കെടുത്ത സാധനങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കി വിളക്കും താലവും എല്ലാം വൃത്തിയാക്കി കഴുകിയാണ് നമ്മൾ എല്ലാം കൊടുത്തു വിട്ടത്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയിൽ പല പോരായ്മകളും ഉണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതാവാം, ചിലപ്പം വീഡിയോയുടെ ക്ലാരിറ്റി ആവാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ തുടക്കക്കാരി മാത്രമാണ്. പോകെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം ശരിയാക്കാം എന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അതായത് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു തരാനുണ്ടോ, അത്തരത്തിലുള്ള ഏത് കമൻറ്റുകളായാലും നിങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.